അതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോളി. ഞാനങ്ങനെ അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. ലീഗിന് അഭിപ്രായമൊക്കെ ഉണ്ട്. ലീഗിന് അഭിപ്രായം കൊടുത്ത് പറയേണ്ട സമയത്തേ പറയുള്ളൂ. അല്ല ഞാൻ പിന്നെ ഇതിപ്പോൾ ഈ വിഷയം ഒരു പബ്ലിക് ഡിസ്കഷന് വന്നു, അല്ലെങ്കിൽ പ്രസ്താവനകളുടെ ഫലമായോ അല്ലെങ്കിൽ വല്ല സംഭവവികാസങ്ങളുടെ ഫലമായോ ഒക്കെ ചർച്ചയ്ക്ക് വന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ലീഗ് അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അഭിപ്രായം പറഞ്ഞാൽ മോശമല്ല. അഭിപ്രായം ലീഗ് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ മാതിരിയല്ല. പറഞ്ഞാൽ അത് അതിന് ഇമ്പാക്റ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായം പറയേണ്ട കാര്യം ലീഗിനില്ല. അത് പറയില്ല. എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ അങ്ങനെ ഒരു നീക്കുപോക്ക് യു ഡി എഫിന് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു. ചെന്നിത്തലയുടെ വീണ്ടും ആ രീതിയിലേക്ക് പോകുന്നതിനൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ഒരേ ചോദ്യം പല വിധത്തിൽ ചോദിച്ചാൽ അല്ല, ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു വിജയം ഉറപ്പായി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സാധാരണയാണ്. കഴിഞ്ഞ കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്ന സന്ദർഭത്തിൽ, ആൻ്റണി മുഖ്യമന്ത്രിയായി വന്ന സമയത്ത്, ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായ സമയത്ത് ഒക്കെ ഇനി ആര് ലീഡർ എന്നുള്ള ചർച്ചകളൊക്കെ ഓപ്പണായിട്ട് നടക്കുക യു ഡി എഫിൽ പതിവാണ്, കോൺഗ്രസ്സിലും പതിവാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പിന്നെ തീരുമാനിക്കാനുള്ള കെൽപ്പ് ആ പാർട്ടിക്കിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എ പി വിഭാഗം നേതാവായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസ്സരി ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു, ഈ ലീഗ് കുറച്ചും കൂടെ രാഷ്ട്രീയമായി കരുത്താർജിക്കണം, ഏതെങ്കിലും ഒരു മതസംഘടനയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടതില്ല, ഒരു ചാരിറ്റി പ്രവർത്തനം എന്നതിലൊക്കെ ഉപരി ലീഗ് വളരണം. ഇതൊരു ഉപദേശമായി കാണുന്നുണ്ടോ? ഹക്കീം അസ്സരിയാണ് പറയുന്നത്. എ പി നല്ല കാര്യം, ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ലീഗ് ഒരു പൊതുവേദി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലക്കും മതേതര വോയിസസിനെ, അതിപ്പോൾ ന്യൂനപക്ഷ വർഗീയത പിന്നെ വരാൻ പോകുമ്പോൾ അതിനെയും തടയും, ഭൂരിപക്ഷ വർഗീയത ചില വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിമാറ്റി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും തടയും. ആ ലീഗിൻ്റെ ഒരു പ്രത്യേക പൊസിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ പിളർപ്പിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, അതായത് കെ സമസ്ത വിഭാഗത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ട് അതിപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ലീഗുമായിട്ട്. അല്ല, അതൊക്കെ അങ്ങനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ. പിന്നെ എന്തായാലും ലീഗിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പരമ്പരാഗതമായി മതസംഘടനകളുടെയൊക്കെ മുഖ്യധാരയിലുള്ള മുഴുവൻ മതസംഘടനകളുടെയും പിന്തുണയുണ്ട്. പിന്തുണ ഇല്ലാത്തത് തീവ്ര സമീപനം എടുക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ അതാത് കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഒരു ഇഷ്യൂ ബേസ്ഡ് ഡിസ്കഷനാണ്. അത് തീരുമ്പോൾ അത് തീരും. അപ്പോൾ നിങ്ങൾക്കുള്ള വാർത്തയും പോവും, പിന്നെ അത് വരില്ല. അത്രയേ ഉള്ളൂ. അല്ല, അത് പിന്നെ അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നോ? ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കട്ടെ, എന്നിട്ട് പറയാം. അത് തെറ്റാണ് എന്ന് യു ഡി എഫ് വിലയിരുത്തിയിട്ടുണ്ട്. പൊതുവേ അത് തെറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആ സമയത്തുള്ള തെറ്റായ തീരുമാനം എന്നാണ് പറയുന്നത്. സാർ, ഈ BDJS അതൃപ്തി പ്രകടിപ്പിച്ച് നിൽക്കുന്നു, BJPയുമായി ഒത്തുപോകുന്നത് ശരിയല്ല, UDFിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ അതിൽ പല നേതാക്കൾക്കും ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയുണ്ട് ഈ മുന്നണി വിപുലീകരണം അല്ലെങ്കിൽ BDJS ഉൾപ്പെടുത്തുന്നത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, UDFിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF അധികാരത്തിൽ വരും എന്ന ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ UDF ആയിട്ട് സഹകരിക്കണം എന്ന് പല കക്ഷികളും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF പുതിയ കക്ഷികളുടെ കാര്യമൊന്നും വിലയിരുത്തിയിട്ടില്ല. അതൊക്കെ അതാത് സമയത്ത് മെറിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും. പക്ഷെ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, സംസ്ഥാനത്ത് ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വേണം എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായി എല്ലാ പാർട്ടികളിലുമൊക്കെ ഉണ്ടായി വരുന്നുണ്ടാവും. പക്ഷേ UDF വിലയിരുത്തിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പിന്നെ UDFിന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ സംഘടനകളിലും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പട്ടികയിലടക്കം വലിയ പിശകുകൾ വന്നിട്ടുണ്ട്. അതൊരു ഗൗരവമായിട്ട് സർക്കാർ എടുക്കുന്നു. അത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പട്ടികയിൽ ഒരുപാട് പിശകുകളുണ്ട്.
മാത്രമല്ല പുനരധിവാസവും അതുപോലെ തന്നെ സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അതിവേഗം നടത്തേണ്ടിയിരുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ടിയിരുന്ന പുനരധിവാസ പരിപാടികളും കാര്യങ്ങളുമൊക്കെ വളരെ ഡിലേ ആയിട്ടുണ്ട്. ഞങ്ങളതിലുള്ള അസ്വസ്ഥത ഗവൺമെൻറ്റിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ എന്താ മീറ്റിംഗ് വിളിക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കട്ടെ. പക്ഷേ ഇപ്പം തന്നെ വളരെ താമസിച്ചു. ലിസ്റ്റാണെങ്കിൽ കുഴപ്പം, പിന്നെ അതുപോലെ തന്നെ ഭൂമി എടുക്കുന്നത് സംബന്ധിച്ച് കാലതാമസം. ഇപ്പോൾ അവിടുത്തെ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊരു അറുതിയില്ല. അവിടെ ഉണ്ടായ ദുരന്തം പോലുള്ളൊരു ദുരന്തത്തിന് ശേഷം ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതീവ അപലപനീയമായ കാര്യമാണ്. മാത്രമല്ല മോശമാണ്. ഇത് പിന്നെ നിയമസഭക്കകത്തും പുറത്തുമൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ വിഷയമാക്കും. മറ്റൊരു കാര്യം, ഇപ്പം വാർത്ത നൽകിയതിൻ്റെ പേരിൽ മാധ്യമം ലേഖകനെതിരെ ക്രൈംബ്രാഞ്ച് കേസിൽ ഒപ്പം തന്നെ ഈ ഫോൺ ഹാജരാക്കാൻ വേണ്ടി തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിലെങ്ങനെയാണ് കാണുന്നത്? അല്ല, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, അതിൻ്റെ പിന്നെ വക്താക്കളെ, അവർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രതിപക്ഷം അതിനെ ഒരു കാലത്തും അനുകൂലിക്കാൻ പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ചില നിയമപരമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ലംഘിച്ച് അതിക്രമ കാണിക്കുന്ന രീതിയിൽ കുറച്ചൊരു അധികാരം ഞങ്ങൾ ശ്രദ്ധിക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായി വരുന്ന വിഷയങ്ങളിൽ തീർച്ചയായും പ്രതിപക്ഷം ഇടപെടും. ഏതിൽ? അത് മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണല്ലോ, യാതൊരു സംശയവുമില്ല. മാധ്യമപ്രവർത്തകരുടെ പിന്നെ സംഭാവന ആ കാര്യങ്ങളിൽ ഇപ്പോൾ മാർക്ക് കാര്യത്തിൽ, പിന്നെ റിസൾട്ട് കാര്യത്തിൽ ഒക്കെ വന്നിരിക്കുന്നത് വലിയ സംഭാവനയാണ്. അതൊക്കെ റൈറ്റാണ്. ആ റൈറ്റിന് വേണ്ടി പ്രതിപക്ഷം പോരാടും, യാതൊരു സംശയമില്ല. അന്വേഷണം നടക്കുന്നേ ഇല്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാതെ ഇത് കൊടുത്ത മാധ്യമ പ്രവർത്തകനെതിരെ ഒരു അത് തെറ്റാണ്. അത് തെറ്റായ കാര്യമാണ്. ഞങ്ങൾ അതിൻ്റെ മെറിറ്റ് വെച്ച് ഞങ്ങൾ വിലയിരുത്തി ചർച്ച ചെയ്യാം. ഓക്കെ.